ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന തീരദേശ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി. ആലപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് ആൻഡ്രൂസ് എന്ന ഈ ദേവാലയത്തെ ചരിത്രപ്രാധാന്യം കണക്കിലാക്കി 2010 ബസിലിക്കയായി ഉയർത്തി. കേരളത്തിലെ 7ാമത്തെ ബസിലിക്കയായ ഈ ദേവാലയം അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്ന പേരിൽ ലോകപ്രശസ്തമാണ്. എല്ലാ വർഷവും ജനുവരി 10 മുതൽ ജനുവരി 27 വരെയാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ സമയത്ത് മാത്രമാണ് അർത്തുങ്കൽ വെളുത്തച്ഛൻ്റെ തിരുസ്വരൂപം വിശ്വാസികൾക്ക് കാണാൻ അവസരം ലഭിക്കുക. ജനുവരി 20-ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപമിറക്കിയുള്ള പ്രസിദ്ധമായ പ്രദക്ഷിണം നടത്തിവരുന്നു. ഈ കാണുന്ന പായ്ക്കപ്പലിൻ്റെ ചിത്രം പള്ളിയുടെ ചരിത്രം സ്മരിക്കുന്ന ഒന്നാണ്. 1575-ൽ ഇറ്റലിയിലെ മിലാനിൽ ഒരു പകർച്ചവ്യാധി പിടിപെട്ടു. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ അമ്പുകളെയ്ത് കൊല ചെയ്യപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഒരു തിരുസ്വരൂപം അവരുടെ പക്കലുണ്ടായിരുന്നു. അവർ അതുമായി നഗരപ്രദക്ഷിണം നടത്തി. അവിടെ രോഗം പിടിപെട്ട എല്ലാവരുടെയും രോഗം ശമിച്ചു. അതിൻ്റെ നന്ദി സൂചകമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ലോകം മുഴുവനും തീർത്ഥാടനം നടത്തണമെന്ന് നേർന്നെങ്കിലും അവർ അത് മറന്നുപോയി. 1598 മിലാനിൽ വീണ്ടും അതിശക്തമായി ഒരു പകർച്ചവ്യാധി പിടിപെട്ടു. അപ്പോഴാണ് അവർ നടത്താൻ മറന്ന നേർച്ചയുടെ കാര്യം ഓർത്തത്. നേർച്ച നടത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ ഒരു പായ്ക്കപ്പലിൽ തീർത്ഥാടനം ആരംഭിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു തീരദേശ പ്രദേശത്ത് വെച്ച് കപ്പൽ അപകടത്തിൽപ്പെടുകയുണ്ടായി. കപ്പൽ കരയ്ക്കടുപ്പിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം അവിടെയുള്ള പള്ളിയിൽ സ്ഥാപിക്കണമെന്ന് കപ്പിത്താന് സ്വപ്നദർശനമുണ്ടായി. അങ്ങനെ കേരളത്തിലെ അർത്തുങ്കൽ തീരത്തുള്ള കുരിശടിയിൽ തിരുസ്വരൂപം സ്ഥാപിച്ചു. 1647 ജനുവരി 20-ാം തീയതിയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം പഴയ പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. അങ്ങനെ അർത്തുങ്കൽ എന്ന കൊച്ചു ഗ്രാമം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിൽ പ്രശസ്തമായി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ രോഗമുക്തരാവുകയും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന വിശുദ്ധ സ്ഥലമാണ് പോർച്ചുഗീസുകാർ പണി കഴിപ്പിക്കപ്പെട്ട അർത്തുങ്കൽ പള്ളി. ഫാദർ ഗ്യാസ്പർ ഫൈസ് ആയിരുന്നു ഇവിടുത്തെ ആദ്യ വികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1584-ൽ ഫാദർ ജക്കോമോ ഫെനീഷ്യോ എന്ന ഇറ്റാലിയൻ വൈദികൻ ഇവിടെ വികാരിയായി എത്തി. പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ ഒരു പള്ളി പണിയാൻ മുത്തേടത്ത് രാജാവിനോട് അനുമതി ചോദിച്ചെങ്കിലും രാജാവ് അനുമതി നൽകിയില്ല. നീണ്ട കാലത്തെ പ്രയത്നത്തിനൊടുവിൽ ഫാദർ ഫെനീഷ്യോ മുത്തേടത്ത് രാജാവിൻ്റെ അനുമതിയോടുകൂടി കുമ്മായവും കല്ലും ഉപയോഗിച്ച് പള്ളിയുടെ പണി ആരംഭിച്ചു. അർത്തുങ്കൽ നിവാസികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നു. അർത്തുങ്കൽ വെളുത്തച്ഛൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമത്തിലെ ചീരപ്പൻ കളരിയിൽ കളരി അഭ്യസിച്ചിരുന്നു. അവിടെ വെച്ച് പന്തള രാജകുമാരനായ മണികണ്ഠസ്വാമിയുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. സ്വാമി അയ്യപ്പനും ഫാദർ ഫെനീഷ്യോയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഓർമ്മ പുതുക്കലെന്നോണം അയ്യപ്പ ഭക്തർ മണ്ഡലകാലത്ത് ഇവിടെ വരികയും മാലയൂരൽ ചടങ്ങ് തുടർന്നു വരികയും ചെയ്യുന്നു. മതസൗഹാർദ്ദം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു തവണയെങ്കിലും ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരുവാനും പുണ്യാളൻ്റെ അനുഗ്രഹം ലഭിക്കുവാനും പുണ്യാളൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ കാണാം.